വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. പ്രധാനമായും നമുക്കറിയാം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിന്റെ അടക്കം പങ്കിൽ PV അൻവർ ഉന്നയിച്ച ആരോപണമുണ്ട്. അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു വെളിപ്പെടുത്തൽ അത് നടത്തുന്നത് വിവാദ ഇടനിലക്കാരൻ, നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ സ്വപ്നയുമായൊക്കെ ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്ന ഷാജ് കിരണാണ്. ADGP MR അജിത് കുമാറിനെതിരെ വിവാദ വെളിപ്പെടുത്തലുമായാണ് ഷാജ് കിരൺ ന്യൂസ് 18 രംഗത്ത് വരുന്നത്. ഷാജ് കിരൺ നിരവധി തവണ അജിത് കുമാർ ഷാജ് കിരണുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തു കേസിൽ സരിത്തിനെ കസ്റ്റഡിയിലെത്തിയ ശേഷം MR അജിത് കുമാറിനുണ്ടായത് നേട്ടങ്ങൾ മാത്രമെന്നാണ് ഷാജ് കിരൺ പറയുന്നത്. 2022 ജൂൺ 8 ഷാജ് കിരണും MR അജിത് കുമാറും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റിന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. നമുക്ക് ഷാജ് കിരണുമായി സംസാരിച്ചിരുന്നു ഡാൻ കുര്യൻ. ആ ഓഡിയോ ക്ലിപ്പിലേക്ക് പോകാം. അപ്പം എനിക്ക് പോലീസിൽ വളരെ ദീർഘനാളായി ബന്ധമുള്ള ഒരാളായിരുന്നു MR അജിത് കുമാർ. അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവമുണ്ട്. ഒരു 164 കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇവര് പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് റിട്ടയർമെന്റ് വിസിറ്റിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സരിത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പം സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ സേവ് മീ എന്നാണ് പുള്ളിക്കാർ പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളം നമുക്ക് അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ, നീ നിന്റേതായ രീതിയിൽ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്യും. അതായത് വിജിലൻസ് സംഘമാണ്, വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ല ഇത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ പറയുമ്പോൾ അത് വിജിലൻസിന്റെ ഒരു ടീമാണ് പിടിച്ചുകൊണ്ട് പോയത്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും, ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനെ സംഭവമുണ്ട്, അദ്ദേഹം എങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അവരെ കാണാൻ പോവുകയാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ ചെന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞു, അതായത് മാനിപ്പുലേഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അല്ല, എന്റെ സംശയം അതല്ല. ഈ അദ്ദേഹം നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ സരിത്തിനെ പിടികൂടാൻ. അതെനിക്ക് അറിയത്തില്ല ഡാൻ. ഈ 164 കൊടുത്തിട്ട് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്, നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കില്ലേ? അപ്പൊ എന്നോട് അവർ പറഞ്ഞു അത് അങ്ങനല്ല, കുറെ കാര്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്, അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ദിവസം രാവിലെ ഈ സരിത്തിനെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയിൽ പിന്നെ കാണുന്നത്. അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വിജിലൻസ് ടീമാണ്, അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് ഹെഡ്. അന്ന് ഞാൻ പാലക്കാട് പിന്നീട് HRDSന്റെ ഓഫീസിലേക്ക് പോകുന്നു. HRDSന്റെ ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്സ്ആപ്പ് കോളായിട്ടും നോർമൽ കോളായിട്ടും വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്റെ കയ്യിലുണ്ട്. സ്വപ്ന സുരേഷിന്റെ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത്. അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഈ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വരെ ഞാൻ MR അജിത് കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം അതിനുശേഷം പിന്നീട് ഒരു കാലത്തും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഷാജ് കിരൺ ഡാൻ കുര്യനുമായി സംസാരിച്ചതാണ് കേട്ടത്. നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് തന്നെ ഒരുപാട് നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ ഇടനിലക്കാരനായ ഷാജ് കിരൺ, സ്വപ്ന സുരേഷ്, ADGP അജിത് കുമാർ ഒക്കെ അടങ്ങുന്ന ഒരു നെക്സസ് അത് വല്ലാത്ത തരത്തിൽ ഈ കേസിന്റെ പല തലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ആ ഘട്ടത്തിലൊക്കെ പുറത്തു വന്നത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന വിവരങ്ങൾ ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ് എന്നുള്ളതാണ്. അത് വാട്സപ്പ് ചാറ്റുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട MR അജിത് കുമാർ ഷാജ് കിരണിനെ ഈ വാട്സപ്പ് കോളിലൂടെ വിളിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ അടക്കം നമ്മൾ പുറത്തുവിടുന്നുണ്ട്. ഈ ഷാജ് കിരൺ പറയുന്നത് തന്റെ സ്മാർട്ട് ഫോണുകൾ ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല, വിവരങ്ങൾ മറ്റൊരു ഫോണിലേക്ക് കോപ്പി ചെയ്തു, താനും തന്റെ സുഹൃത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി
നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ, അതുവരെ ഉണ്ടായ സംഭാഷണങ്ങളൊക്കെ ഈ ഫോണിലുണ്ടായിരുന്നു. ഈ ഫോൺ MR അജിത് കുമാറിന്റെ പക്കലാണ്, ഈ പോലീസിന്റെ പക്കലാണ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും തിരികെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നത് എന്നുള്ളതാണ്. അതായത് ന്യൂസ് 8ന്റെ ബിഗ് ബ്രേക്കിംഗ് എന്നുള്ളത് ഈ ഷാജ് കിരണിന്റെ ഈ വിവാദമായ വെളിപ്പെടുത്തലാണ്. ഈ സരിത്തിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം, അന്ന് വിജിലൻസ് മേധാവി ആയിരുന്നു MR അജിത് കുമാർ, സരിത്തിനെ അറസ്റ്റ് ചെയ്ത ശേഷം നേട്ടങ്ങൾ ഉണ്ടായത് ഈ പറഞ്ഞതുപോലെ ഈ MR അജിത് കുമാറിനാണ് എന്ന് ഷാജ് കിരൺ പറയുന്നു. അത്രത്തോളം വലിയ വലിയ വെളിപ്പെടുത്തലുകൾ ഷാജ് കിരണിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നത് നിർണായകമാണ്. MR അജിത് കുമാറിന് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ട് ഉള്ള ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല, PV അൻവർ ഭരണകക്ഷി MLA ആണ്. അതിനോട് ചേർത്ത് നിർത്താവുന്ന ചില കാര്യങ്ങളാണ് ഈ ഷാജ് കിരൺ ഇടനിലക്കാരൻ വെളിപ്പെടുത്തുന്നത്. ഡാൻ കുര്യൻ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. വാട്സപ്പ് ചാറ്റിലടക്കം നമ്മൾ പുറത്തുവിടുന്നുണ്ട്. ഒപ്പം ഷാജ് കിരണും ഫോണിലൂടെ ഡാനിനോട് പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിലെ നിർണായകമായ കാര്യങ്ങൾ? രഞ്ജിത്ത്, നമുക്കറിയാം ഈ വിവാദങ്ങൾ, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉടലെടുക്കുന്ന സമയത്ത് വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു ADGP MR അജിത് കുമാർ. സ്വാഭാവികമായി അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഒരു അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖലയുമല്ല അത്. പക്ഷേ ഷാജ് കിരൺ അദ്ദേഹത്തിന്റെ മുൻപരിചയം ഉപയോഗിച്ചുകൊണ്ട് MR അജിത് കുമാറിനെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് സരിത്തിനെ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഗുണ്ടകളാണ് തട്ടിക്കൊണ്ട് പോയതെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അത് വിജിലൻസ് സംഘമാണെന്ന് ഈ ഷാജ് കിരണോ സ്വപ്നയ്ക്കോ അവരുമായി ബന്ധപ്പെട്ട മറ്റാർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഷാജ് കിരൺ തന്നെ MR അജിത് കുമാറിനെ വിളിച്ച് ഒരു സംഘം ആളുകൾ ചേർന്ന് സരിത്തിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യണമെന്ന് MR അജിത് കുമാറിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ MR അജിത് കുമാർ നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞില്ല അത് വിജിലൻസ് സംഘമാണ് ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതെന്ന്. അതിനുശേഷം മറ്റ് വഴികളിൽ നിന്നാണ് ഷാജ് കിരണും സ്വപ്ന ഉൾപ്പെടെയുള്ളവരും വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, ബലമായി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയതെന്ന് മനസ്സിലാക്കുന്നത്. അരമണിക്കൂർ ഇടവേളയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. തുടർന്ന് ഈ ഷാജ് കിരൺ തന്നെ MR അജിത് കുമാറിനെ വീണ്ടും ഫോണിൽ വിളിക്കുന്നു. അങ്ങനെ ഫോണിൽ വിളിക്കുന്നതിനിടയിൽ MR അജിത് കുമാർ പറയുന്നു അത് വിജിലൻസ് സംഘമാണ്, വിജിലൻസ് ഉദ്യോഗസ്ഥരാണ്, അവർ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി സരിത്തുമായി പോയതാണെന്ന്. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉയർന്നത്. എന്തുകൊണ്ടാണ് ഈ വിജിലൻസ് സംഘമാണ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തത് എന്ന് പറയാൻ ആദ്യഘട്ടത്തിൽ MR അജിത് കുമാർ തയ്യാറാകാതിരുന്നത്? അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ ഉൾക്കൊണ്ടിട്ടുള്ള 2 സ്മാർട്ട് ഫോണുകൾ, അതിൽ ഒന്ന് ഷാജ് കിരണിന്റേതും മറ്റൊന്ന് ഇബ്രാഹിം എന്ന ഷാജ് കിരണിന്റെ സുഹൃത്തിന്റേതുമാണ്. നമുക്കറിയാം ആ സമയങ്ങളിൽ ഏറെ വിവാദങ്ങളിൽ പെട്ടവരാണ് ഈ രണ്ടുപേരും. സ്വപ്നയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ സൗഹൃദം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ ഉപയോഗിച്ചത് എന്ന പേരിലൊക്കെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ അന്നു മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതിനിടയിലാണ് ഈ സ്വപ്ന സുരേഷ് മറ്റ് ചില ലക്ഷ്യങ്ങളോടെയാണ് ഈ വിവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് MR അജിത് കുമാറിന് ഷാജ് കിരൺ വാട്സാപ്പ് സന്ദേശത്തിലൂടെ വിവരം കൈമാറുന്നത്. അതിനു പിന്നാലെ ഷാജ് കിരണിന്റെ മൊബൈൽ വാട്സാപ്പിലേക്ക് തുടർച്ചയായി 4 തവണ MR അജിത് കുമാർ വിളിക്കുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ ഇവർ തമ്മിൽ സൗഹൃദമില്ലായിരുന്നു എന്ന തരത്തിലായിരുന്നു ഷാജ് കിരണും MR അജിത് കുമാറും തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അത് നിരാകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന തെളിവുകൾ, ഈ ദൃശ്യങ്ങൾ, ഈ സ്ക്രീൻഷോട്ട്, വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ. കാരണം ഒരു പരിചയവുമില്ലാത്ത ഒരാളെ, ഉന്നത പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ എന്തിന് തുടർച്ചയായി 4 തവണ അവിടേക്ക് വിളിക്കുന്നു? അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് മാത്രമാണ്, തിരികെ സന്ദേശം മാത്രമാണ് കൈമാറുന്നത്. അത് വായിച്ചതിനു ശേഷം വീണ്ടും 2 തവണ കൂടി വിളിക്കുന്നു. അതെല്ലാം കൃത്യമായി ഈ സ്ക്രീൻഷോട്ടിൽ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ പിടിച്ചെടുത്ത ഈ 2 സ്മാർട്ട് ഫോണുകൾ, അതിന്മേലുള്ള തുടരന്വേഷണം എന്തുകൊണ്ടാണ് നടക്കാത്തത്? അതോടൊപ്പം ഈ മൊബൈൽ ഫോണുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടിരുന്നു. ഷാജ് കിരൺ ഉൾപ്പെടെയുള്ളവരെ 2 തവണയാണ് ED ഈ കേസുകളുമായി ബന്ധപ്പെട്ട് PMLA കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. പക്ഷേ ആ ചോദ്യം ചെയ്തപ്പോഴെല്ലാം അവർ ആവശ്യപ്പെട്ട ഈ മൊബൈൽ ഫോണുകൾ കൈമാറാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. പോലീസിന്റെ നടപടി അല്ലെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. അതാണ് ഈ പേഴ്സണൽ ADGP എന്ന നമ്പർ 6238086896 എന്ന നമ്പറിലേക്കാണ് ഈ ഷാജ് കിരണും ADGPയും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്നത്. ആ ചാറ്റിന്റെ വിവരങ്ങളാണ് നമ്മൾക്ക് പുറത്തു വരുന്നത്. പലതവണ ഈ ഷാജ് കിരണിന്റെ നമ്പറിലേക്ക് ഈ ADGPയുടെ ഭാഗത്ത് നിന്ന്, അതായത് 2022 ജൂൺ 8 മിസ്ഡ് കോൾ
വന്നിട്ടുണ്ട്. അത് മിസ്ഡ് കോൾ നമുക്ക് ഇതിൽ കാണാം. 11:46, 13:52, 14:04, അതായത് 1 മണിക്ക് 46, 1:46, 1:52, 1:02 വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് സർ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ആക്ടിവിറ്റി ഈസ് അഡ്വക്കേറ്റ് ശിവശങ്കർ ആൻഡ് കൃഷ്ണരാജ്, ദേ ആർ യൂസിംഗ് ഹർ എന്നുള്ള മെസ്സേജ് ഷാജ് കിരൺ അയക്കുന്നു. ഫോർ വാട്ട് എന്ന് ADGP തിരിച്ചു ചോദിക്കുന്നുണ്ട്. ദേ ആർ ടെല്ലിംഗ് ഹർ ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ. They told her to tell the name of CM and daughter. PC and Sarita also playing in the game. PC George പക്ഷേ PC George ആയിരിക്കും. PC Georgeന്റെ പേരുമൊക്കെ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രധാനമായുള്ളത് അതിനുശേഷം വീണ്ടും 5:20-നും 7:56-നും ഈ ഷാജ് കിരണിന്റെ ഫോണിലേക്ക് ADGP വീണ്ടും മിസ്ഡ് കോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം, കണക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ ഘട്ടത്തിൽ മാറുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് ഷാജ് കിരണിന്റെ ഈ വെളിപ്പെടുത്തൽ. ADGPയുടെ പങ്ക് ഡാൻ, അത് വളരെ പ്രധാനമാണല്ലോ. എന്താണ് ഈ ഷാജ് കിരൺ ഈ സരിത്ത് അറസ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ നേട്ടമുണ്ടാക്കിയത് ADGP ആണ് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത്? അത് എങ്ങനെയാണ് നേട്ടം എന്നുള്ളതാണ്. ഇയാൾ ഈ വിവരങ്ങൾ ഏത് തരത്തിൽ മറ്റുള്ള ആളുകളെ സംരക്ഷിക്കാൻ ഉപയോഗിച്ചു എന്നാണ് ഈ ഷാജ് കിരൺ പറയുന്നത്. അതായത് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ആ സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ കൃത്യമായി വായിച്ചിട്ടുണ്ടാകും. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ സ്മാർട്ട് ഫോണിൽ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇബ്രാഹിമിന്റെ സ്മാർട്ട് ഫോണിലായിരുന്നു സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട പാലക്കാട് HRMS-ൽ വെച്ച് അവർ സംസാരിക്കുന്ന ശബ്ദ സന്ദേശം അത് കൃത്യമായി ഇബ്രാഹിം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയ 2 സ്മാർട്ട് ഫോണുകളാണ് പോലീസിന് കൈമാറിയത്. നമുക്കറിയാം ഈ വിവാദങ്ങൾ കൊടുക്കുന്നതിനിടയിൽ ഈ ഷാജ് കിരണുമായി സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുടെ പേരിലാണ് MR അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് 3 മാസത്തെ ഇടവേളയ്ക്കപ്പുറം പിന്നീട് MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിലെ നിർണായക പദവിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിർണായകമായ പദവിയിലേക്ക് MR അജിത് കുമാർ തിരികെ എത്തുകയാണ്. അങ്ങനെ അദ്ദേഹം ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്ക് തിരികെ എത്തിയതിന് പിന്നിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവിടെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ചിലത് MR അജിത് കുമാറിന്റെ പക്കലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷ് ഇവിടെ നിന്ന് ലോക്ക്ഡൌൺ സമയത്താണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് സ്വപ്ന സുരേഷിന് ബംഗളൂരുവിലേക്ക് എത്താനായി സഹായം ചെയ്ത് കൊടുത്തതിന് പിന്നിൽ കൃത്യമായ ചില സ്വാധീനങ്ങളുണ്ട് എന്ന വിവരങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വന്നതാണ്. അതാരാണ് എന്ന വിവരങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. അതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഷാജ് കിരണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് കേന്ദ്ര ഏജൻസികൾ ഇവിടെ അന്വേഷിക്കാനായി എത്തിയെങ്കിലും വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടായെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായാലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പല ഉദ്യോഗസ്ഥരെയും ചെന്നൈയിലേക്ക് ഉൾപ്പെടെ സ്ഥലം മാറ്റുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ കേസിൽ സുപ്രധാനമായി മാറിയിട്ടുള്ളത്. അതിനിടയിലാണ് MR അജിത് കുമാറിന്റെ കൈവശം ലഭിച്ച ആ ഫോണിൽ അല്ലെങ്കിൽ സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ മറ്റെന്തെങ്കിലും തെളിവുകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ ശ്രമിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണോ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാതിരിക്കുന്നതിന് പിന്നിൽ ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തെങ്കിലും തെളിവുകൾ MR അജിത് കുമാറിന്റെ പക്കലുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ബലപ്പെടുത്തുന്നത്? ഏതായാലും അതിനിർണായകമായ വെളിപ്പെടുത്തലുകൾ ഷാജ് കിരണിന്റെ ഭാഗത്തുണ്ടാകുന്നു. അത് വാട്സപ്പ് ചാറ്റിലടക്കം പുറത്തുവിടുകയാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങളിൽ ഒരു വലിയ തലത്തിലുള്ള നടപടികൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ വീണ്ടും സർവീസിൽ തുടരുന്നത് എന്നുകൂടി ആലോചിക്കണം. ഇയാൾക്കെതിരെ വീണ്ടും ആരോപണങ്ങൾ മുന്നോട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഷാജ് കിരണുമായി സംസാരിക്കുന്നു, നിരവധിയായ മിസ്ഡ് കോളുകൾ കാണാം. ഷാജ് കിരണുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഈ തട്ടിയെടുത്തു, ഈ സരിത്തിനെ തട്ടിയെടുത്തു
സ്വത്ത് കൊണ്ടുപോയി ആളുകൾ കൊണ്ടുപോകുന്ന വിവരം സംസാരിക്കാനായാണ് ഷാജ് കിരണിനെ വിളിച്ചത് എന്ന് ഷാജ് കിരൺ പറയുന്നുണ്ട്. ഈ വിവരം അറിയിക്കാൻ വേണ്ടി ADGP വിളിച്ച് ഷാജ് കിരൺ പറയുന്നുണ്ട്. ഒപ്പം ഈ സ്വപ്ന ഈ വലിയ ലോക്ക്ഡൌൺ സമയത്തൊക്കെ എങ്ങനെ പുറത്തേക്ക് പോയി, ഈ സ്വർണ്ണക്കടത്ത് കേസ് അതിൻ്റെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളം വിട്ടതെങ്ങനെ എന്ന ചോദ്യമൊക്കെ അന്ന് തന്നെ നിരവധിയായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെയൊക്കെ അതിനോടൊക്കെ ചേർത്ത് വെക്കാവുന്ന, അതിൻ്റെയൊക്കെ ഏതാണ്ട് പങ്കാളിത്തം ആ തരത്തിൽ കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കണം. എന്താണ് ഈ വിഷയത്തിൽ ADGPയുടെ പങ്ക് എന്നുള്ളതാണ്. ഇത് ഈ ഷാജ് കിരൺ പറയുമ്പോൾ അതിൻ്റെ നേരത്തെ ഷാജ് കിരൺ ഈ കേസിൽ എങ്ങനെ ഉൾപ്പെട്ടു, ഇയാളെ പലതരത്തിൽ ചോദ്യം ചെയ്തു, ഇയാളുടെ ഫോണുകൾ പിടിച്ചെടുത്തു, ഇയാളുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചു, സ്വപ്നയുമായുള്ള ബന്ധം പരിശോധിച്ചു. ഈ സ്വപ്ന ഇവിടെ ഇയാളുമായുള്ള പങ്കാളിത്തം നിഷേധിച്ചിരുന്നു പല ഘട്ടങ്ങളിൽ. എങ്കിലും ഇയാൾ വീണ്ടും പറയുന്നുണ്ട് സ്വപ്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറയുന്നുണ്ട്. ഇന്നും നമ്മുടെ അഭിമുഖത്തിലും ഡാനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് സുഹൃത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സുഹൃത്തിനെ രക്ഷിക്കുക, സുഹൃത്തിനെ രക്ഷിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ADGPയോട് സംസാരിച്ചത് എന്ന് പറയുന്നു. അതിനപ്പുറമുള്ള ബന്ധം ഈ ADGPയും ഷാജ് കിരണുമായി ഉണ്ട് എന്ന് ഷാജി തന്നെ സമ്മതിക്കുന്നുണ്ടോ? സ്വാഭാവികമായി അത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുമല്ലോ. കാരണം നമ്മളടക്കം, അതായത് ഈ മുഖ്യധാരയിൽ നിന്ന് അദ്ദേഹത്തെ മറ്റ് കാര്യങ്ങൾ ചോദിച്ചറിയാനായി വിളിക്കുമ്പോൾ പോലും പലപ്പോഴും അദ്ദേഹത്തെ ഫോണിൽ കിട്ടാറില്ല. കാരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ തിരക്കുകൾ കൊണ്ടായിരിക്കാം അദ്ദേഹം ഫോണിൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുകയായിരുന്ന ഷാജ് കിരൺ പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു സന്ദേശം കൈമാറുമ്പോൾ പൊടുന്നനെ അദ്ദേഹത്തെ തുടർച്ചയായി ഇങ്ങനെ ഫോണിൽ വിളിക്കാനുള്ള എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളത്? അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന MR അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിലേക്ക് നേരിട്ട് ഇടപെടാൻ വിജിലൻസിന് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുക, അല്ലെ അതിൽ മേൽനോട്ടം വഹിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്ത് ഔദ്യോഗികമായ ഇടപെടൽ നടത്താനാണ് MR അജിത് കുമാറിന് കഴിയുക എന്ന വലിയ ചോദ്യമുണ്ട്. അവിടെയാണ് ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത കാര്യം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അതീവ രഹസ്യമായി, അതായത് ഈ വിവരം സ്വപ്ന സുരേഷ് ഇങ്ങനെ രഹസ്യമൊഴി കൊടുക്കുകയാണ് സരിത്ത് എന്ന വിവരം കൃത്യമായി ഷാജ് കിരൺ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന MR അജിത് കുമാറിനോട് പങ്കുവെക്കുന്നു. MR അജിത് കുമാർ ഉടൻ തന്നെ ഒരു വിജിലൻസ് സംഘത്തെ അയച്ച് സരിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ കസ്റ്റഡിയിലെടുത്ത ഈ വിവരം കൈമാറിയ ഷാജ് കിരണിൽ നിന്നും സ്വപ്നയിൽ നിന്നുമെല്ലാം മറച്ചുവെക്കുന്നു. പിന്നീട് അരമണിക്കൂറിന് ശേഷം, അതായത് അരമണിക്കൂറിന്റെ ഇടവേളയിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് അരമണിക്കൂറിന് ശേഷം വിജിലൻസ് ആണ് കസ്റ്റഡിയിലെടുത്തതെന്ന് സ്വപ്നയും അതോടൊപ്പം ഷാജ് കിരൺ ടെലിഫോൺ ലൈനിലുണ്ട്. ഡാൻ, നമുക്ക് വരാം. ഷാജ്, ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ADGP MR അജിത് കുമാറാണ് എന്ന് ഷാജ് പറയുന്നുണ്ട്. അതെന്തിന്റെ പശ്ചാത്തലത്തിലാണ്, എന്ത് നേട്ടമാണ് ഈ വിഷയത്തിൽ ADGPക്ക് ഉണ്ടായത്? രഞ്ജിത്ത്, ഞാൻ അദ്ദേഹം നേട്ടമുണ്ടാക്കിയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം, എന്നോട് ഡാൻ ചോദിച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ, അതായത് സ്വപ്ന സുരേഷ് 164 കൊടുത്ത സമയത്ത് എനിക്ക് അദ്ദേഹത്തോട് മുൻപുണ്ടായിരുന്ന പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു അദ്ദേഹത്തെ പറഞ്ഞു. അദ്ദേഹം അത് ഒബ്സർവ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സ്വപ്ന സുരേഷ് വിളിക്കുമ്പോൾ അറിയുന്നത് അദ്ദേഹത്തെ ആരോട് പിടിച്ചുകൊണ്ട് പോയി. അത് പോലീസാണെന്ന് പോലും അറിയാതെയാണ് അവരെന്നെ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അപ്പോഴും ഇദ്ദേഹത്തെ ഞാൻ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ അറിയില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല, നിങ്ങൾ നോക്കാൻ പറയുന്നു. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ചാനലിൽ വാർത്ത എഴുതും വിജിലൻസ് സംഘമാണ് പിടിച്ചോണ്ട് പോയത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ശരിയാണ്, വിജിലൻസ് സംഘം തന്നെയാണെന്ന് അദ്ദേഹവും പറയുന്നു. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് വിജിലൻസ് സംഘമാണെന്ന്. അത് എന്തോ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയതാണ്. കുറച്ച് കഴിയുമ്പോൾ വിടുമെന്നും പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിടുകയും ചെയ്തു. ഞാൻ പാലക്കാട് പോയി എന്ന് അവരെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടെന്നുള്ള കാര്യവും ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ പിന്നീട് പിറ്റേ ദിവസം അവർ ഹൈക്കോടതിയിൽ എന്തോ ദൂതൻ വന്നെന്നോ ഒക്കെ പറഞ്ഞ് എനിക്കെതിരെ ഹൈക്കോടതിയിൽ അവർ പോവുകയും ചെയ്യുന്നു. പിന്നീട് ഈ കാലയളവ് വരെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. അല്ല, പക്ഷെ അപ്പോഴും ഈ നിങ്ങൾ തമ്മിൽ ഈ ഇത്രത്തോളം പേഴ്സണലി സംസാരിക്കാനുള്ള ഒരു വലിയ ബന്ധം അന്ന് മുതലേ ഉണ്ടായിരുന്നു അല്ലേ ഷാജുവായി? ഞാൻ അങ്ങേക്ക് അറിയാലോ, ഏഷ്യാനെറ്റിലെ FIR അടക്കം പ്രോഗ്രാം ചെയ്തിരുന്നൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഞാൻ. അങ്ങയുടെ കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും പോലീസ് ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ
എനിക്ക് ഇദ്ദേഹവുമായിട്ട് ദീർഘനാളത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ആക്ച്വലി ആദ്യം വിളിച്ചത് ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന വിജയ് സാക്കറെ സാറായിരുന്നു. അദ്ദേഹം അന്ന് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് പിന്നീട് ഇദ്ദേഹത്തോടുള്ള പരിചയം കൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ചത്. അപ്പൊ ഷാജി കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു MR അജിത് കുമാറിനെ, അതായത് മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ആക്ടിവിറ്റീസ് അഡ്വക്കേറ്റ് ശിവശങ്കർ ആൻഡ് കൃഷ്ണരാജ് എന്ന മെസ്സേജ് കാണാം. ദേ ആർ യൂസിംഗ് ഹർ എന്ന് പറയുന്നു. അന്ന് ഞാൻ ഉറച്ചെന്ന് പറഞ്ഞൊരു കാര്യം അതാണ്. ഞാൻ എന്റെ ഫോൺ രണ്ടും പോലീസിന് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ മുഖ്യമന്ത്രിയെയും മകളെയും പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്നോട് സ്വപ്ന പറഞ്ഞ കാര്യം അതാണ്. മുഖ്യമന്ത്രിയും മകളുടെയും പേര് പറയാൻ പലരും അവരോട് പറഞ്ഞു. അപ്പൊ അത് അന്ന് അദ്ദേഹത്തെ ഞാൻ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പക്ഷേ അജിത് കുമാർ പലതവണ ഷാജിന്റെ ഫോണിൽ നിരവധി വിളിച്ച മിസ് കോളിന്റെ ഒക്കെ സ്ക്രീൻഷോട്ടും കാണാം. അതെന്തിനായിരുന്നു? അത് പിന്നീട് സംസാരിച്ചിരുന്നു ആ വിഷയം? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് വന്നതിന്റെ പുറകിലും അതുപോലെ തന്നെ അന്ന് എന്റെ CDR പുറത്തുവിട്ടതും പോലീസിനകത്തുള്ള ചേരിപ്പോരിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഞാനത് പിന്നീട് അങ്ങനെയാണ് മനസ്സിലായത്. കാരണം ഇത് ഏതെങ്കിലും ഞാൻ പുറത്തുവിട്ടണമെങ്കിൽ ഇത് എന്റെ കയ്യിൽ ഈ ഫോൺ ഉണ്ടാവണം. എന്റെ രണ്ട് ഫോണും എന്റെ സുഹൃത്തായ ഇബ്രാഹിമിന്റെ ഫോണും ഇപ്പോഴും FSLന്റെ കയ്യിലാണ്, ഫോറൻസിക്കിന്റെ കയ്യിലാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം അന്ന് തന്നെ അനിൽകാന്ത് DGP ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകണം. കാരണം ഞങ്ങൾക്ക് പല സംശയങ്ങളുണ്ട്, ഇതിൽ പല ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. എന്റെ സുഹൃത്തായ ഇബ്രാഹിമിന്റെ ഫോണിൽ അദ്ദേഹം സ്വപ്നയുമായിട്ട് സംസാരിച്ചിരുന്ന ഒരു വീഡിയോ എടുക്കുകയും അത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ OnePlus പോലത്തെ ഏറ്റവും നല്ലൊരു ഫോണായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ എടുക്കുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഈ 3 ഫോൺ തിരികെ ലഭിച്ചിട്ടില്ല ഈ കാലയളവായിട്ടും. അത് പലതവണ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു അല്ലേ? ഫോൺ രേഖാമൂലം ആവശ്യപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എന്റെ അഡ്വക്കേറ്റ് ജോസഫ് റോഡിയാണ്, സെൻട്രൽ ഗവൺമെന്റ് പ്ലേറ്ററാണ്. അദ്ദേഹത്തോടും സംസാരിച്ചു. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ പലപ്പോഴും കാണുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം തരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആരും തന്നിട്ടില്ല. ഇതേ ഫോൺ തന്നെയാണ് ED രണ്ടു തവണ വിളിച്ചപ്പോഴും ED-കാർ നമ്മളോട് ആവശ്യപ്പെട്ടതും ഇതേ ഫോണിന്റെ കാര്യമാണ്. ഈ സ്വപ്നയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഷാജ്. ഈ ADGP-യുടെ ഈ അജിത് കുമാറിന്റെ ഈ സ്വർണ്ണക്കടത്തുമായി ഉള്ള കാര്യങ്ങളിൽ ബന്ധമുണ്ട്, ADGP-ക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് സ്വപ്ന എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഷാജി? ഇല്ല, അതായത് സ്വപ്ന സുരേഷുമായി റിയൽ എസ്റ്റേറ്റ് ബന്ധം മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് അവരുടെ അതർ ആസ്പെക്ട്സിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. അത് ADGP-ക്ക് അവരുമായി ഡയറക്റ്റ് ബന്ധവും ഇല്ല. മനസ്സിലായില്ലേ? ഇവർ ആകെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ശിവശങ്കർ സാറിന്റെ കാര്യം മാത്രമാണ് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. ADGP-യെ ഞാൻ ഇവർ പറഞ്ഞ കാര്യം 164 കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത്. അല്ല, ഈ പിന്നീട് നടന്ന കേസിന്റെ പലവിധ കാര്യങ്ങളെ സ്വാധീനിക്കാൻ ADGP ശ്രമിച്ചു, അങ്ങനെ എന്തെങ്കിലും വിവരം ഷാജിനുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഈ സംഭവം നടന്നതിന് ശേഷം അതുവരെ നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തോട് ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ഒരു കാലയളവിലും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹം എന്നോട് സംസാരിക്കുക. എന്ത് പറ്റി അങ്ങനെ ഒരു ബന്ധം വഷളാവാൻ? അത് എനിക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. അത് അദ്ദേഹമാണ് പറയേണ്ടത് എന്തുകൊണ്ടാണെന്ന്. പിന്നെ ഷാജി വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല അല്ലേ? ഞാൻ പിന്നെ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചിട്ടുമില്ല, അദ്ദേഹം എന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടില്ല. മറ്റു പലരോടും അദ്ദേഹത്തിന് എന്നോട് നീരസമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്. അതെന്താണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണോ അങ്ങനെ ഒരു നീരസം ഉണ്ടായത്? അതെ, അതിന് ശേഷമാണ് ഉണ്ടായത്. അതിനു മുൻപ് നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു? അത് വളരെ നല്ല അടുപ്പമായിരുന്നു. ഞാനത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം എന്റെ ഫോൺ കോൾ ലിസ്റ്റ് ഒക്കെ നിങ്ങൾ തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനതെങ്ങനെ നിഷേധിക്കുന്നത്? അപ്പോൾ ഈ ADGP-ക്ക് ഇപ്പോൾ PV അൻവറിന്റെ ഒക്കെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടതാണല്ലോ. ഷാജിദൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ്, മുൻകാല മാധ്യമപ്രവർത്തനാണെങ്കിലും. ADGP-ക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും അട്ടിമറിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെന്നുള്ള ആരോപണങ്ങളെ ഷാജ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാവുന്ന MR അജിത് കുമാർ ഇതുപോലെ വലിയ വീട് കെട്ടുമെന്നൊന്നും കരുതുന്ന ഒരാളല്ല. ഞാനും അദ്ദേഹത്തിന്റെ വീടെന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കാണിക്കുമ്പോൾ ഞാനും ഞെട്ടിയിരിക്കുകയാണ്. ഞാനറിയുന്ന MR അജിത് കുമാർ കറപ്റ്റഡ് അല്ലാത്ത ഒരു ഓഫീസർ എന്നാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ വീട് വെക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പോലും കരുതുന്നില്ല. അപ്പം എന്താണ് കാര്യങ്ങളെന്നൊന്നും എനിക്കും വളരെ അത്ഭുതത്തോടെ നോക്കിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റ് പല പോലീസ് ഓഫീസർമാരുമായി ബന്ധമുള്ളതുപോലെ ദേഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണുമ്പം PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമുക്കിപ്പം ഇത് തിരിച്ച് റിവൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഇപ്പം ശരിയായ ദിശയിൽ അന്വേഷണം പോയായിരുന്നെങ്കിൽ ഈ സ്വപ്ന സുരേഷ് പറഞ്ഞ കള്ളത്തരമാണെന്നും മുഖ്യമന്ത്രിക്കെതിരായ എല്ലാ അലിഗേഷനും തെറ്റാണെന്നും പ്രൂവ് ചെയ്യായിരുന്നു. അതിനൊന്നും ആരും ശ്രമിച്ചില്ല. ഞാൻ അതാണ് പറയുന്നത്. ഈ 2 ഫോണുകൾ വിശദമായി പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ ശരിയാവുമായിരുന്നു. പക്ഷെ ആരും ഒരു ഘട്ടത്തിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഷാജ് ഇടയ്ക്ക് ഈ കേസിൽ ഈ സംഭവത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ്. പിന്നീട് ഷാജിനെതിരെയും നടപടി കേസുകളും മറ്റു കാര്യങ്ങളും എന്താണ് നിയമപരമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതിനുശേഷം? രഞ്ജിത്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കോടതിയിൽ 164 വരെ കൊടുത്തിട്ടുള്ള ഒരാളാണ്.
അതായത് എന്തൊക്കെയാണ് നടന്നത്. കാരണം ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ പോലെ സാധാരണക്കാരനെ വിളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുവാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് പോവുക. PML ആക്ട് പ്രകാരമാണ് എന്നെ വിളിപ്പിച്ചത്, മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. സ്വന്തമായി പേരിൽ ഭൂമിയോ വസ്തുവോ വണ്ടിയോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നെ അതിലേക്ക് വിളിപ്പിക്കുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ ഞാനത് ക്ലിയർ ആയിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അവർക്ക് എഴുതി കൊടുത്തു. കാരണം നാളെ ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തു വരാതിരിക്കാൻ വേണ്ടി. കാരണം മുഖ്യമന്ത്രിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു ഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആളെയോ അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പേരുണ്ട്, അദ്ദേഹത്തിന്റെ പേരോ കണക്ട് ചെയ്യാൻ ഞാൻ അവരുമായി ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഈ വിഷയം എക്സ്ക്ലൂസീവ്ലി എനിക്ക് പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആകെ സംസാരിച്ചത് MR അജിത്കുമാറിനോട് മാത്രമാണ്. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് എന്ത് കാര്യങ്ങൾ നടന്നു എനിക്ക് അറിയേയില്ല. ഞാൻ ഒരു ഘട്ടത്തിൽ അന്വേഷിച്ചിട്ടുമില്ല. ശരി, ഷാജ് കിരൺ തന്നെയാണ് നമ്മോടൊപ്പം തത്സമയം ചേർന്നത്. ഏതായാലും MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിന്റെ സ്വർണ്ണക്കടത്ത് കേസിലെ ആ സമയത്ത് നമുക്കറിയാം ഇടനിലക്കാരൻ തരത്തിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് ഈ ഷാജ് കിരൺ. നിരന്തരമായി അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ഈ വാട്സപ്പ് ചാറ്റുകളൊക്കെ കാണുമ്പോൾ സംശയമില്ലാത്തതല്ല. ഡാൻ, ഇതാണ് ഷാജിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് നമുക്കിപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ MR അജിത് കുമാറിൻ്റെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഈ ബന്ധങ്ങളാണ്. അത് നമ്മുടെ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞത് ഇപ്പോൾ അത് വിവാദമായത് നമ്മൾ ഈ ചർച്ചയ്ക്ക് പോലും അടിസ്ഥാനമാക്കുന്നത് ഒരു MLA അത്തരത്തിൽ മുന്നോട്ട് വരികയാണ് ആരോപണങ്ങളുമായി എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി നിൽക്കുന്നതും ഓരോ ദിവസവും ഈ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതും. അപ്പോൾ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, അവിശുദ്ധമായ ബന്ധങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പാടില്ലാത്ത വിധം ഇയാൾ പുലർത്തിയിരുന്നു എന്നതിൻ്റെ സൂചകങ്ങൾ തന്നെയല്ലേ ഇത്? സ്വാഭാവികമായി രഞ്ജിത്ത്, അവിടെ പ്രധാനമായി എനിക്ക് തോന്നുന്നു ഷാജി ഇപ്പോഴും വ്യക്തമാക്കാതെ പോയൊരു കാര്യമുണ്ട്. അതായത് ഷാജി ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഈ MR അജിത് കുമാർ വിജിലൻസിന്റെ തലപ്പത്ത് നിന്ന് നടപടി നേരിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. പിന്നീട് സ്വാഭാവികമായി അത്രയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കൊന്നും ഒരു തവണ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുകയും അവർക്കെതിരെ നടപടി ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിർണായകമായ പദവികളിലേക്കൊന്നും പെട്ടെന്ന് അവരെ കൊണ്ടുവരാറില്ല. അവരെ മാറ്റി താരതമ്യേന പ്രാധാന്യമില്ലാത്ത ഏതെങ്കിലും വകുപ്പുകളുടെ തലപ്പത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. 3 മാസങ്ങൾക്കപ്പുറത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിർണായകമായ പോസ്റ്റിലേക്ക് MR അജിത് കുമാർ തിരികെ വരികയായിരുന്നു. ആ തിരികെ വന്നതിന് പിന്നിൽ MR അജിത് കുമാറിന്റെ പക്കൽ ഉള്ള കൃത്യമായ എന്തോ ചില വിവരങ്ങളാണ് എന്നൊരു അസ്വാഭാവികത തന്നെയാണ് അദ്ദേഹം എന്നോട് ഇന്നലെ പങ്കുവെച്ചത്. അത് ഇന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് പലവിധ കാര്യങ്ങളും ആദ്യം സത്യസന്ധമായ കാര്യങ്ങൾ ഇവർ പലരും സംസാരിക്കും, പിന്നീട് അത് വാർത്തയാകുന്നു, വിവാദമാകുന്നു, തങ്ങൾ കുഴപ്പമാണ് എന്ന് കാണുമ്പോൾ അത് പിന്നോട്ട് മാറുന്ന പശ്ചാത്തലം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മുടെ പല വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കൃത്യമായ ഓഡിയോ റെക്കോർഡുണ്ട്. അത് നമുക്കൊന്നുകൂടി പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഡാൻ കുര്യനും ഒപ്പം ഷാജ് കിരണുമായി സംസാരിച്ച ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഒന്നുകൂടി പോകാം. അപ്പം എനിക്ക് പോലീസിൽ വളരെ ദീർഘനാളായി ബന്ധമുള്ള ഒരാളായിരുന്നു MR അജിത് കുമാർ. അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്. ഒരു 164 കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇവര് പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് റിട്ടയർമെന്റ് സീറ്റിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, തരുത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പം തരുത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ സേവ് മീ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളം നമുക്ക് അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കട്ടെ, നീ നിന്റേതായ രീതിയിൽ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. അതായത് വിജിലൻസ് സംഘമാണ്, വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ലേ, ഇത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ അത് വിജിലൻസിന്റെ ഒരു ടീമാണ് പിടിച്ചുകൊണ്ട് പോയത്, പുറത്തു കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും, ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇങ്ങനെ സംഭവമുണ്ട്, അദ്ദേഹം എങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവരെ കാണാൻ പോവുകയാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ ചെന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞു, അതായത് മാനിപ്പുലേഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അല്ല, എന്റെ സംശയം അതല്ല. ഈ അദ്ദേഹം നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ സരിത്തിനെ പിടികൂടാൻ. അതെനിക്ക് അറിയത്തില്ല ഡാൻ. ഈ 164 കൊടുത്തിട്ട് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്, നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കില്ലേ? അപ്പൊ എന്നോട് അവർ പറഞ്ഞു, അത് അങ്ങനല്ല, കുറെ കാര്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്,
അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ദിവസം രാവിലെ ഈ സരത്തിനെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയിൽ പിന്നെ കാണുന്നത്. അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന വിജിലൻസ് ടീമാണ്. അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് ഹെഡ്. അന്ന് ഞാൻ പാലക്കാട് പിന്നീട് HRDSന്റെ ഓഫീസിലേക്ക് പോകുന്നു. HRDSന്റെ ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്സ്ആപ്പ് കോളായിട്ടും നോർമൽ കോളായിട്ടും വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്റെ കയ്യിലുണ്ട്. സ്വപ്ന സുരേഷിന്റെ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത്. അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വരെ ഞാൻ MR അജിത്കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം. അതിനുശേഷം പിന്നീട് ഒരു കാലത്തും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഈ ഇൻസിഡന്റിന് ശേഷം അദ്ദേഹം പലരോടും പറഞ്ഞത് എനിക്ക് അവനെ അറിയത്തില്ല, പരിചയമില്ല, അവൻ ഫ്രോഡാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വിജിലൻസ് മേധാവിത്വം അംഗം മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാ പോസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്കാണ് പോസ്റ്റ് ചെയ്തത്. ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം. അതായത് ഇതിൽ എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനല്ലേ തോന്നുന്നത്. ഇവിടെ ED എന്നോട് ചോദിച്ച കാര്യങ്ങൾ എന്താണ്? മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് എന്നെയും എന്റെ സുഹൃത്തായ ഇബ്രാഹിമിനെയും വിളിപ്പിച്ചത്. പക്ഷെ അവിടെ ചോദിക്കുന്നത് മൊത്തവും മറ്റേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനത് പറയില്ല, ഞാനെന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത ആളാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരേ ഒരാൾ MR അജിത്കുമാറാണ്. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഫോണിൽ സ്വപ്ന സുരേഷ് അന്ന് HRDSന്റെ ഓഫീസിൽ എന്ന് പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഫോൺ ഇപ്പോഴും ഫോറൻസിക്കിലാണെന്നാണ് അവർ പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഷാജ് ഭാഗത്ത് നിന്ന്. ഏതായാലും MR അജിത്കുമാറിന് ഈ സരിത്തിനെ അറസ്റ്റ് ചെയ്തതിന്റെ നേട്ടം എന്നുള്ള തരത്തിലാണ് ഡാൻ കുര്യനോട് ഇന്നലെ സംസാരിച്ചത്. വിവാദ വെളിപ്പെടുത്തലുകൾ ഷാജ് ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതും നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തലത്തിൽ ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ ഒരു ഭരണകക്ഷി MLA തന്നെ MR അജിത്കുമാറിനെതിരെ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്യും. അന്വേഷണത്തിന്റെ വഴികളിൽ ഇതെല്ലാം മുന്നോട്ട് വരികയും ചെയ്യുമെന്ന് പ്രതീക്ഷ കാണാം. ഡാൻ, ഈ ഷാജ് കിരണിന്റെ വിശ്വാസ്യത, ഷാജ് കിരൺ പറഞ്ഞു വെക്കുന്ന കാര്യം നമുക്കറിയാം. ഷാജ് കിരൺ ഈ വിഷയത്തിൽ 164 കൂടി കൊടുത്ത ഒരാളാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്. അവിടെ ഈ പ്രധാനപ്പെട്ട മെസ്സേജുകൾ ഷാജ് കിരൺ അയച്ചത് ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു. അത്രത്തോളം ബന്ധമുള്ള ഒരാളോട് സംസാരിക്കത്തക്ക രീതിയിലാണ് ഇക്കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തത്. ഇനിയും ഈ വിഷയം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലും ഒരു അന്വേഷണം വേണ്ടിവരും. അവിശുദ്ധ ബന്ധങ്ങൾ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, ഏത് തലത്തിൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സ്വപ്ന സുരേഷ് എങ്ങനെയാണ് ആ സമയത്ത് വലിയ ലോക്ക്ഡൌൺ സമയത്ത് വലിയ പോലീസ് കാവുള്ള സമയത്ത് കേരളം വിട്ടുപോകുന്ന സാഹചര്യം ഒരുങ്ങിയത്? ഈ സരിത്തിൻ്റെ അന്നത്തെ തട്ടിക്കൊണ്ടുപോകൽ, അതിൻ്റെ പിന്നാമ്പുറത്ത് ഉണ്ട നിരവധി കഥകൾ, തെളിവ് നശിപ്പിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനോടൊക്കെ ചേർത്ത് വെച്ച് വേണം നമ്മൾ ഇത്തരം വാർത്തകളെയും സമീപിക്കാൻ. രഞ്ജിത്ത്, 2 കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. അതിൽ ഒന്ന്, ഷാജ് കിരൺ തന്നെ ഈ ശബ്ദ സംഭാഷണത്തിൽ വ്യക്തമാക്കിയതുപോലെ ഈ വിവരം അദ്ദേഹം കൈമാറിയതിനു ശേഷം, അതായത് ഷാജ് കിരൺ ഈ വിവരം MR അജിത്കുമാറിന് അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെ പേരിൽ കൈമാറിയതിനു ശേഷം ഈ ഷാജ് കിരണോട് പോലും പറയാതെ സ്വപ്നയ്ക്കൊപ്പമുണ്ടായിരുന്ന സരിത്തിനെ വിജിലൻസിന്റെ പ്രത്യേക സംഘം പോയി കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കേസിൽ ഇങ്ങനെ ഡയറക്റ്റായി ഇൻവോൾവ് ചെയ്യാനുള്ള എന്ത് തെളിവാണ്, വിജിലൻസ് ഇൻവോൾവ് ചെയ്യാനുള്ള എന്ത് നടപടിയാണ് അവിടെ വരുന്നത് എന്നതാണ് അതിലെ ഒന്നാമത്തെ കാര്യം. അതായത് അത് കൃത്യമായി പോലീസ് അന്വേഷിക്കേണ്ട കേസാണ്. പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടത്. അല്ലെ പ്രത്യേക പോലീസിന്റെ തന്നെ മറ്റ് സംവിധാനങ്ങളാണ്. അതിൽ നിന്ന് മാറി ഒരു പരാതി പോലും ലഭിക്കുന്നതിന് മുമ്പ് വിജിലൻസ് സംഘം എന്തുകൊണ്ട് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തു? സ്വാഭാവികമായി ഏത് വലിയ കേസായാലും ആദ്യഘട്ടത്തിൽ നടത്തുന്ന അന്വേഷണമാണ് അതിൽ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ നിർണായകമായി മാറുക. കാരണം ആദ്യഘട്ടത്തിൽ തെളിവുകൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ, നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ബലപ്പെടുത്തുന്ന തെളിവുകളൊന്നും കോടതിക്ക് മുമ്പിൽ നിൽക്കാത്ത സാഹചര്യം വരും. സ്വാഭാവികമായി അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ സരിത്തിനെ ഉടൻ അടി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പമാണ് നടപടിയുടെ പേരിൽ, അതായത് അച്ചടക്ക ലംഘനം നടത്തിയെന്നതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട MR അജിത്കുമാർ എങ്ങനെ പൊടുന്നനെ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്കെത്തി? പിന്നീട് സംഭവിച്ചതൊക്കെ സേനയിൽ സൂപ്പർ DGP ആയി MR അജിത്കുമാർ മാറുന്നതായിരുന്നു. അതിന് പിന്നിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? അതിനാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്.
അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ അസ്വാഭാവികതകൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായ വാട്സപ്പ് ചാറ്റുകൾ കാണാം. MR അജിത് കുമാറും ഷാജ് കിരണുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ കാണാം. ഷാജ് കിരൺ ഓഡിയോ സംഭാഷണത്തിൽ അതേതാണ്ട് സമ്മതിക്കുന്നുമുണ്ട്. നമുക്കറിയാം എന്തൊക്കെ ചർച്ചകൾ, എന്തൊക്കെ തലത്തിലുള്ള നീക്കങ്ങൾ ആ ഘട്ടത്തിൽ നടന്നു. ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് ഏത് തരത്തിൽ ആ കേസ് അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിലാണ്. അവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവർ ആ വിഷയത്തിൽ തൽക്കാലം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ഫോൺ കോളുകൾ പോലും അവർ എടുക്കുന്നില്ല, അവർ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ വരുന്നത് ഷാജ് കിരണിന്റെ ഭാഗത്തു നിന്നാണ്. ഫോൺ ശബ്ദരേഖയടക്കം പുറത്തുവിട്ടാണ് ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. കാരണം ഷാജ് കിരണിനെ പോലെ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് ഇപ്പോൾ ഇത്തരം വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സരിത്തിനെ കസ്റ്റഡിക്ക് ശേഷം MR അജിത് കുമാർ ഉണ്ടായത് നേട്ടങ്ങൾ മാത്രമെന്ന് ഷാജ് കിരൺ പറയുന്നു. വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റി നിർത്തി അജിത് കുമാറിനെ ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം ക്രമസമാധാന ചുമതലയിൽ നിയോഗിച്ചതിന് പിന്നിൽ സംശയമുണ്ട്. വിവരശേഖരണത്തിനായി പോലീസിന് കൈമാറിയ തന്റെയും സുഹൃത്തിന്റെയും സ്മാർട്ട് ഫോണുകൾ ഇതുവരെ തിരികെ നൽകിയിട്ടില്ല. പോലീസിന് കൈമാറിയ സ്മാർട്ട് ഫോണുകളിലെ നിർണായക വിവരങ്ങൾ മറ്റൊരു ഫോണിലേക്ക് കോപ്പി ചെയ്തു. പോലീസിന് നൽകിയ സ്മാർട്ട് ഫോണുകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 തവണ സമീപിച്ചെന്നും ഷാജ് കിരൺ പറഞ്ഞു. 2022 ജൂൺ 8 ഷാജ് കിരണും MR അജിത് കുമാറും തമ്മിൽ നടന്ന, അതായത് ഈ സംഭവങ്ങൾ അതിൻ്റെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന വാട്സപ്പ് ചാറ്റിൻ്റെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കായി. ഇത്തരത്തിൽ എന്തൊക്കെ നമ്മുടെ അന്തഃപുരങ്ങളിൽ, നമ്മുടെ ഇതിൻ്റെയൊക്കെ അകത്തളങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ്, ബന്ധങ്ങളാണ് സംഭവിക്കുന്നത്, നമ്മളൊക്കെ അറിയുന്നതിനപ്പുറത്തുള്ള ബന്ധങ്ങൾ, ഇടപാടുകൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ പലപ്പോഴും ഓരോന്നായി പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മളിത് കേൾക്കുമ്പോൾ അമ്പരക്കുന്നത്. പലതരത്തിലുള്ള ഇടപാടുകൾ, ബന്ധങ്ങളൊക്കെ ആളുകൾ തമ്മിൽ സംഭവിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുകയാണ്. അതായത് ഈ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയ ദിവസമൊക്കെ ഓർമ്മയുണ്ട്. ആദ്യഘട്ടത്തിൽ സ്വപ്നയുടെ പരാതി, സ്വപ്ന വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളോട് പറഞ്ഞത് സരിത്തിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി. ഒരു പോലീസിനോ ഒരു നിയമ സംവിധാനത്തിനോ ഇങ്ങനെ ഒരു പ്രതിയെ കസ്റ്റഡി എടുക്കണമെങ്കിൽ ഇത്രത്തോളം ഡ്രാമ അത് നടത്തേണ്ട പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ സരിത്തിനെ ആ തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് മനസ്സിലാകുന്നു അത് വിജിലൻസ് സംഘമാണ്. അന്ന് വിജിലൻസിൽ തലപ്പത്ത് നമുക്കറിയാം MR അജിത് കുമാർ ആയിരുന്നു. ഡാന് അതുതന്നെയാണ്. കാരണം ഒരു കേസിൽ നടപടി സ്വീകരിക്കപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആരോപണ വിധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മാറ്റി നിർത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പിന്നീട് ഈ കേസ് നടങ്ങുന്നു. പലതരത്തിലുള്ള ബന്ധങ്ങൾ വെളിപ്പെട്ടിട്ട് പോലും ഇയാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തെത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അങ്ങനെ ദുരൂഹതകൾ, ബന്ധങ്ങൾ ഒക്കെ ഒരുപാടുണ്ട്, സ്വാധീനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് ഈ ഇത്തരം സംഭാഷണങ്ങളിലൂടെ വെളിപ്പെടുകയാണ് എന്നതുകൂടി വ്യക്തമല്ലേ? PC ജോർജ് ടെലിഫോൺ ലൈനിലൂടെ തിരിച്ചു വരാം. ശ്രീ PC ജോർജ്, നമുക്കിപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ ഷാജ് കിരണിനെ അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. ഈ ഷാജ് കിരൺ ADGP അജിത് കുമാറിന് അയച്ച ഒരു വാട്സപ്പ് മെസ്സേജാണ്. അജിത് കുമാറും ഈ ഷാജ് കിരണുമായി വളരെയധികം ബന്ധമുണ്ട് എന്നാണ് നമുക്ക് ഈ വാട്സപ്പ് മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. താങ്കൾക്ക് വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. അതിൽ പ്രധാനമായും ഈ ഷാജ് കിരൺ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ആ സരിത്തിനെയൊക്കെ തട്ടിക്കൊണ്ടുപോയത്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, ഇതിൻ്റെയൊക്കെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ അങ്ങാണ് എന്ന് ഷാജ് കിരൺ മെസ്സേജ് അയക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ഒരു ADGPക്ക്. ഷാജിക്കാരൻ അവന് 16 തന്തയാന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞത്. ഞാനിങ്ങനെ ഈ ചന്തയുടെ കൂട്ട് അങ്ങനെ മറ്റേ പണി കിടക്കുന്നവനല്ല എന്നാ തന്തയ്ക്ക് പറക്കാത്തോണ്ട് പറഞ്ഞേരും കേട്ടോ. വേറെ വർത്തമാനം പറഞ്ഞു. ഇവൻ ഏത് വേണ്ടിയാ അവൻ ഈ ഷാഹിദ്? എനിക്കറിയില്ല. ഇയാളൊരു പഴയ മാധ്യമപ്രവർത്തകനാണ്. അവൻ എവനാണല്ല തന്തയ്ക്ക് പറക്കാത്തവൻ. ഇവര് പഴയ മാധ്യമപ്രവർത്തകനാണ്. സൂക്കറിയാൻ തീർത്തു കൊടുക്കും. ഇവരൊക്കെ കാണിച്ച പൂക്കൃത്തരം കേരളം സ്വർണ്ണക്കടത്ത് ഇത് പിണറായി വിജയന്റെ ADC എത്തേണ്ടി. അതുകൊണ്ടാണ് ഈ വൃത്തിയോട് പറയുന്നത്. ആരാ സ്വർണ്ണക്കടത്ത് ആദ്യം നടത്തിയത്? പിണറായി വിജയനല്ലേ? പിണറായി വിജയൻ തന്നെ ഇവിടുന്ന് ദുബായിക്ക് UAE പോയപ്പോ അത് അന്താരാഷ്ട്ര ബാഗേജ് കൊണ്ടുപോയി. ആ ബാഗേജ് സ്വപ്ന സുരേഷും പിന്നെ കൂട്ടത്തിലാളുണ്ട്. ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് പേരൊന്നും ഓർക്കുന്നു. സരിത്താണോ? ആ സരിത്ത് സ്കാൻ ചെയ്തപ്പോ മുഴുവൻ സ്വർണ്ണമാ. മനസ്സിലായില്ലേ? എങ്ങനെ ഇവരങ്ങോട്ട് അയച്ചു സ്വർണ്ണം എന്ന് അറിഞ്ഞിട്ടും?
പിന്നെ 22 പ്രാവശ്യം ഇങ്ങനെ സ്വർണം പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിട്ട് ഈ സ്വപ്ന സുരേഷും സരിത്തും തന്നെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള നിങ്ങൾ പഴയ പത്രസമ്മേളനം എടുത്ത് നോക്കിയാൽ അറിയാം. രാജീകരനും പിണറായി വിജയനും കാണിക്കുന്ന പെണ്ണും പിടിച്ച് നടക്കുന്നവനൊന്നുമല്ല. ഇതൊക്കെ മറുപടി പറഞ്ഞ അവനെ ചെവുകുറ്റിക്കരിക്കാത്ത എന്നോട് പറഞ്ഞേനെ. എന്നെപ്പറ്റി അവൻ സിനിമാലോകത്ത് തന്തയ്ക്ക് വർക്കാത്തരം കാണിക്കുമ്പോൾ എന്നെപ്പറ്റി വൃത്തി പറഞ്ഞ അവനെ പണിയാൻ തീർത്ത് കളയും പറഞ്ഞേക്കാം. ഇദ്ദേഹം ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ അതായത് പിണറായി വിജയനെയും ഒക്കെ കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു, അതിന്റെ പിന്നിൽ PC ജോർജും സരിതയും ആൾസോ പ്ലേയിങ് ഇൻ ദ ഗെയിം എന്നൊക്കെ പറഞ്ഞാണ് ഈ ADGPക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ ഈ കാര്യത്തൊന്നും ഇടപെട്ടിട്ടേ എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരു കാര്യത്തിൽ ഒരു വർഷം കാര്യം ജനുവരി മാസം മുതൽ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. ഇപ്പൊ ഇത് 10-ാം മാസമായില്ലേ, നിങ്ങൾ അന്വേഷിക്കാം. ഞാൻ ഒരു കാര്യത്തിൽ പത്രക്കാരെ പോലും കാണാറില്ല. പത്രക്കാരനെ വിളിച്ച് പരാതി പറയാറുണ്ട് കാണാത്ത എന്നാന്ന്. ഒരു പ്രാവശ്യം പത്രക്കാരെ കാണാൻ പോയി, അത് ഈയനം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിണറായി വിജയൻ ഇച്ചിരി വിഷമമുണ്ട്. പിണറായി വിജയന്റെ ഓൺലൈൻ പിണറായിന്റെ മകനെ കള്ളക്കച്ചവടമൊക്കെ തെളിയിച്ചത് എന്റെ മകനാ. അതിന് എന്നോട് പറയണ്ട, അത് അവനോട് പറഞ്ഞോണ്ട് ഞാൻ മറുപടി പറഞ്ഞോളും. അതായത് ഞാനതിന് ഇടപെടാറില്ല. എനിക്കറിയാം, ഡീറ്റെയിൽ അറിയാം. ഞാനതിലേക്ക് ഇടപെടുന്നില്ല. 1 കോടി 30 ലക്ഷം രൂപ TMRൽ എന്തിനാണ് അവർക്ക് കൊടുത്തത്? എന്ത് സേവനം അവർക്ക് കിട്ടിയേ? അവിടെ സേവനം കിട്ടുന്ന ഇവനല്ലേ, നമ്മുടെ റിയാസിന്. ആ സേവനത്തിന്റെ ഭാഗമാണല്ലോ അവൻ കിട്ടിയത്. അപ്പൊ പിന്നെ അതിന്റെ മറ്റു വിശദാംശങ്ങൾക്ക് എന്നെ പറയിക്കരുത്. അവനെ പറഞ്ഞ് നമ്മളെ കടിപ്പിച്ചോലും പറയും. എനിക്കെല്ലാം അറിയാം. ഞാൻ ഇതൊന്നും ഇടപെടുന്നില്ല, അത്രേ ഉള്ളൂ കേട്ടോ. സാറേ, ഇത് ഇയാൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് 2022 ജൂൺ 8-നാണ് കേട്ടോ. അപ്പൊ ഒത്തിരി പഴക്കമുണ്ട്. അത് സാറന്ന് വളരെ ആക്റ്റീവായി കാണിച്ച് നമ്മളെ അതിനകത്ത് പെടുത്തി. അന്ന് ശക്തമായിട്ട് പിണറായിക്കെതിരെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചിരിക്കുകയായിരുന്നല്ലേ ഞാനീ. പിണറായി വിജയന്റെ കണ്ടുപിടിച്ച് കിടക്കുന്ന തെണ്ടിയായി രാജീകരൻ. ഇവരെപ്പോലെ തെണ്ടികളൊക്കെ സിനിമാ ലോകത്ത് നിൽക്കുന്നില്ല എന്റെ ദൈവമേ. എല്ലാരും കളിക്കുന്നതല്ല കളി. മ്യൂസിയം പൊട്ടിച്ച് കളയും. സംശയമൊന്നും വേണ്ട. എനിക്ക് മേലീട് ഓട്ടമുള്ളവനല്ല, എല്ലാവർക്കും അറിയാം എന്റെ സ്വഭാവം. ഞാൻ വൃത്തികേടൊന്നും കൂട്ടി നിൽക്കാല. ഒരുത്തന്റെ അഴിമതിയും വേണ്ട, കൈക്കൂലിയും വേണ്ട എനിക്ക്. ഞാൻ എന്റെ അപ്പം തന്നേനെ സ്വത്ത് കുറഞ്ഞതല്ല, ഇന്നിവരെ കൂടിയിട്ടില്ല. 35 കൊല്ലം 7 പ്രാവശ്യം MLA ആയവനാ. ലോകത്ത് ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ട് ഇതുപോലെ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞവൻ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചീഫ് സ്ഥാനം എടുത്തിട്ട് ഒരു ഒറ്റ നിമിഷം അങ്ങോട്ട് ഞാൻ രാജിവെച്ച് കൊടുത്തിട്ട് പോയവനെ. ഞാനങ്ങനെ സ്ഥാനത്തിന് വേണ്ടി ഒന്നും അങ്ങനെ ഇരിക്കുന്നതൊന്നുമല്ല. എനിക്ക് സ്വത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മനപ്രയാസവും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോകുന്നതാ. ഇന്നും രാവിലെ സഹായം ചോദിച്ചവരും മറ്റൊരു ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അങ്ങനെ ജീവിക്കുന്ന പൊതുപ്രവർത്തനം. ഞാനിപ്പോ അരിത്രപ്പള്ളിലോട്ട് പോവാ, മനസ്സിലായോ? എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ 1 മണി വരെ അരിത്രപ്പള്ളിച്ചന്റെ മുന്നിൽ നിന്ന് നേരത്തെ മേടിക്കുന്ന ജോലിക്കാരൻ ഞാനാണ്. പള്ളി നിയോഗിച്ചിരിക്കുന്ന വ്യക്തി, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള എന്നെ പറ്റി ഈ തന്തയ്ക്ക് പറക്കാത്ത പറഞ്ഞ് ഞാൻ വിടുക, ഞാൻ പറഞ്ഞേക്കാം. സാർ, ഒരു സമീപകാലത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ADGPക്കെതിരെയുള്ള വെളിപ്പെടുത്തലൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ MLA-യുടെ PV അൻവറിന്റെ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും എത്തുമോ അത്? അന്വേഷണം എത്തിക്കാനുള്ള പണിയിലേക്ക് അന്നേരം ഞാൻ ഇടപെടാം. ഒരു സംശയം വേണ്ട, അന്വേഷണം എത്തിക്കും. അൻവർ പറഞ്ഞത് മുഴുവൻ 100% സത്യമാണ്. KTLിനൊക്കെ ഇട്ടേച്ച് പോവാം. പക്ഷെ എനിക്കിട്ട് ഞാൻ കയറി പിടിച്ചിട്ടില്ല. പിടിച്ചാൽ ഇട്ടേച്ച് പോകുന്ന പ്രശ്നമില്ല. നോക്കി നിൽക്കുക. അന്ന് പിടിക്കുമ്പോൾ ഞാൻ ഷാജീറിനെ പിടിച്ച് കാണിച്ചു തരാം. പിന്നെ ഒക്കെ സൂക്കട് ഞാൻ തീർത്തു തരാം. ധൈര്യമായിട്ടിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ 1 വർഷമായ നിശബ്ദതയുണ്ട്. ഇത്ര വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ ഇടപെടേണ്ട ഒരാൾ കൂടിയാണ് ശ്രീ PC ജോർജ്. പലപ്പോഴും ഇടപെട്ടിട്ടുമുണ്ട്. മനസ്സിലായല്ലോ. ഞാൻ എന്റെ മര്യാദ കൊണ്ട് അടുത്ത തലമുറ നോക്കട്ടെ എന്ന് മാറി നിൽക്കുന്നവനാണ്. അപ്പൊ എന്നെ ജീവിക്കാൻ സമ്മതിക്കാൽ ഇപ്പൊ നീ ഇടപെടേണ്ടി വരുമല്ലോ. അത് ചിലപ്പോ ഇടപെട്ടേക്കാം. പിണറായി വിജയൻ അറിയാം ഞാൻ ആരാണെന്ന്. ജോന് പിണറായി വിജയനെ പറ്റി നല്ലത് പറയുന്നതാണ്. ഏതാണെന്നറിയോ? ഇലക്ട്രിസിറ്റി മന്ത്രിയായി ഇത്ര നല്ല മന്ത്രിയില്ല. പക്ഷേ ആളെ മുഖ്യമന്ത്രിയായി, കൈക്കൂലി അഴിമതിയായി, മകളായി, മകനായി എല്ലാം മുടിച്ച് നശിപ്പിച്ചില്ലേ? ആരോട് പറയാന്? കേരളത്തിന്റെ കഷ്ടകാലം. പിന്നെ സഖാക്കന്മാരുള്ളത് കൊണ്ടും ഇവിടുത്തെ മുസ്ലിം പാവങ്ങളെ, ഈ ഭീകരവാദികളെല്ലാം കൂടെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടും ഒക്കെ പിടിച്ചു നിൽക്കുന്നതല്ലേ ഉള്ളൂ. ഇതൊന്നും അധികം നാൾ നിൽക്കുകയില്ല, സംശയമൊന്നും വേണ്ട. ശരി, നന്ദി ശ്രീ PC ജോർജ്. ദീർഘകാലത്തിന് ശേഷമാണ് താങ്കളുമായി സംസാരിക്കാൻ സാധിക്കുന്നത്. ഏതായാലും 1 വർഷമായി, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ PC ജോർജ് നിശബ്ദനാണ്. പക്ഷേ ഈ വിഷയം പുറത്തു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അതിനിർണായകമായ ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമുക്ക് ഈ വാട്സപ്പ് ചാറ്റുകളിൽ കാണുന്നത് പോലെ പലവിധ അന്തർനാടകങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. പലവിധ അന്തർനാടകങ്ങളും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളത്
നിർണായകമാണ്. പലവിധ സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ എന്തൊക്കെ കണ്ടു, കേരളം എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അന്ന് കണ്ടതാണ്. അതിൻ്റെ ഓരോ തരത്തിലുള്ള തെളിവുകളും പുറത്തു വരുന്ന സാഹചര്യം കൂടിയാണ്. ഡാൻ, ഇപ്പോൾ PC ജോർജിൻ്റെ രോഷം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്ത് വെച്ചാണ്, സരിതയുടെയും PC ജോർജിൻ്റെയൊക്കെ പേര് ചേർത്ത് വെച്ചാണ് ഈ ADGP ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഷാജ് കിരൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളോട് ആ രോഷം നമ്മൾ ഓൺ എയറിൽ കേട്ടു. PCയുടെ ഷാജ് കിരണിനെ തീർത്ത് കളയുമെന്നാണ് PC ഇപ്പോൾ ഭീഷണിപ്പെടുത്തി മടങ്ങിയിരിക്കുന്നത്. ഇത് അന്നും ഒക്കെ ഇത് ഒരുപാട് ചർച്ചയായതാണ്. അന്ന് PC ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ PC അത്ര പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്കും ചാനലുകളുടെ മുമ്പിൽ ചർച്ചയ്ക്കും സംസാരിക്കാനും ഒന്നും വരുന്നില്ല. അതിൻ്റെ രാഷ്ട്രീയ മാറ്റം കൊണ്ടൊക്കെ ആയിരിക്കാം അത്. പക്ഷെ അപ്പോഴും ഈ സ്വർണ്ണക്കടത്തിൻ്റെ അതിനുശേഷമുള്ള അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ ചികഞ്ഞു നോക്കിയാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റമുണ്ട്, ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു തലത്തിലും അന്വേഷണം മുന്നോട്ട് പോകാത്ത പശ്ചാത്തലമുണ്ട്. ഇതിൽ പ്രതികളായ ആളുകളൊക്കെ ഇപ്പോൾ മനസ്സമാധാനത്തോടെ കഴിയുന്ന സാഹചര്യം കൂടിയുണ്ട്. അതല്ലേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും സമയങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് പല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇത്രയും തന്ത്രപ്രധാനമായ ഒരു കേസാണ്, ഒരു ഭരണകൂടത്തെ പിടിച്ചുകുലുക്കിയ കേസാണ്, ഇന്ത്യ മുഴുവൻ ചർച്ചയായി മാറിയ ഒരു കേസാണ്. അങ്ങനെ ഒരു കേസിന്റെ അന്വേഷണം എങ്ങും എത്താതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് കേവലം ഒരു M ശിവശങ്കറിൽ മാത്രം ഒതുങ്ങി എന്ന് പറയുമ്പോഴാണ് അവിടെ എന്ത് തരത്തിലുള്ള അന്തർധാരയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി സജീവമായ ചർച്ചകളിലേക്ക് വരുന്നത്. PC ജോർജ് അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരാളോട് നടത്തിയ രോഷപ്രകടനം തന്നെയാണ് നമുക്ക് അല്പസമയം മുമ്പ് കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ വാട്സാപ്പ് ചാറ്റ് നടന്നിരിക്കുന്നത് 2022 ജൂൺ 8-ാം തീയതിയാണ്. അതാണ് എടുത്തു പറയാനുള്ളത്. 2022 ജൂൺ 8-ാം തീയതി നടന്ന ഈ ഒരു വാട്സാപ്പ് സന്ദേശങ്ങൾ കൈമാറുന്നതിൽ അന്ന് മുതൽ ഇന്നുവരെ MR അജിത് കുമാറോ ഷാജ് കിരണോ ഇതിനു മുമ്പ് അവർ തമ്മിൽ ഇങ്ങനെ ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നുവെന്ന് പൊതുവിൽ സമ്മതിച്ചിട്ടില്ല. ഷാജ് കിരൺ പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് MR അജിത് കുമാറിന്റെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയായിരുന്നു ആ ഘട്ടത്തിൽ വിവാദങ്ങൾക്ക് തുടക്കമായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. MR അജിത് കുമാർ ആകട്ടെ ഷാജ് കിരണുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് എങ്ങനെ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത രണ്ടുപേർക്കിടയിൽ ഇങ്ങനെ തുടർച്ചയായി ഫോണിൽ വിളിക്കാനും സന്ദേശങ്ങൾ കൈമാറാനുമുള്ള എന്ത് വ്യക്തിബന്ധമാണ് ഷാജ് കിരണും MR അജിത് കുമാറും തമ്മിലുള്ളത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തുടർച്ചയായി ഷാജ് കിരണിന്റെ ഫോണിലേക്ക് MR അജിത് കുമാർ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അതോടൊപ്പം വിജിലൻസ് തലപ്പത്തിരുന്ന MR അജിത് കുമാറിന് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ട് നിൽക്കുന്ന സരിത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള എന്ത് ഔദ്യോഗിക ചുമതലകളാണുള്ളത്? അതൊന്നുമില്ലാതെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളും മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഒക്കെ ഇവിടെ സജീവമായിട്ട് നിൽക്കുമ്പോൾ മറ്റാരും അറിയാതെ അതീവ രഹസ്യമായി ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ MR അജിത് കുമാറിനുണ്ടായ ചേതോവികാരം എന്താണ്? അത് മറ്റാരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതിനുശേഷം MR അജിത് കുമാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഉയർച്ചകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ഒന്ന് MR അജിത് കുമാറിന്റെ കൈവശമുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്നത്. അതോടൊപ്പമാണ് ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനപ്പുറത്തേക്ക് ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നതിന് പിന്നിലും എന്തോ സംശയങ്ങളുണ്ട് എന്ന് ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ തെളിവുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ ഷാജ് കിരണും ഡാൻ കുര്യനുമായി സംസാരിച്ചിരുന്നു. ഡാൻ കുര്യൻ ചില കാര്യങ്ങൾ പറഞ്ഞു. 2022 കാര്യങ്ങളാണ്. അന്ന് സ്വർണ്ണക്കടത്ത് വല്ലാത്ത തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ആ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അന്വേഷണം പിന്നീട് നടന്നു. പക്ഷെ അതൊക്കെ എവിടെ എത്തി എന്നുള്ളത് നമ്മളിപ്പോഴും ചികഞ്ഞ് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല ഇതുമായി ബന്ധപ്പെട്ട്. പോലീസും ഉദ്യോഗസ്ഥരും ഇതിൻ്റെ അന്വേഷണ സംഘവുമൊക്കെ നിശബ്ദതയിലാണ് എന്നുള്ളതാണ്. ആ സംഭാഷണത്തിലേക്ക് ഒന്ന് പോകാം. അപ്പം എനിക്ക് പോലീസിൽ വളരെ ദീർഘനാളായി ബന്ധമുള്ള ഒരാളായിരുന്നു MR അജിത് കുമാർ. അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവമുണ്ട്. ഇവര് 164 കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇവര് പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയൂന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് റിട്ടയർമെന്റ് സീറ്റിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സരിത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പം സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ സേവ് മീ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളം നമുക്ക് അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ, നീ നിന്റേതായ രീതിയിൽ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു.
അതായത് വിജിലൻസ് സംഘമാണ് വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ല, ഇത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ അത് വിജിലൻസിന്റെ ഒരു ടീമാണ് പിടിച്ചുകൊണ്ട് പോയത്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും, ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനെ സംഭവം ഉണ്ട്, അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അവരെ കാണാൻ പോവുകയാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ ചെന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞു, അതായത് മാനിപ്പുലേഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അല്ല, എന്റെ സംശയം അതല്ല. ഈ അദ്ദേഹം നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ സരിത്തിനെ പിടികൂടാൻ. അതെനിക്ക് അറിയത്തില്ല ഡാൻ. ഈ 164 കൊടുത്തിട്ട് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്, നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കില്ലേ? അപ്പൊ എന്നോട് അവർ പറഞ്ഞു അത് അങ്ങനല്ല, കുറെ കാര്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്, അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ദിവസം രാവിലെ ഈ സ്ഥലത്തിനെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയിൽ പിന്നെ കാണുന്നത്. അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വിജിലൻസ് ടീമാണ്, അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് ഹെഡ്. അന്ന് ഞാൻ പാലക്കാട് പിന്നീട് HRDSന്റെ ഓഫീസിലേക്ക് പോകുന്നു. HRDSന്റെ ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്സ്ആപ്പ് കോളായിട്ടും നോർമൽ കോളായിട്ടും വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്റെ കയ്യിലുണ്ട്. സ്വപ്ന സുരേഷിന്റെ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത്. അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഈ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വരെ ഞാൻ MR അജിത്കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം. അതിനുശേഷം പിന്നീട് ഒരു കാലത്തും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഈ ഇൻസിഡന്റിന് ശേഷം അദ്ദേഹം പലരോടും പറഞ്ഞത് എനിക്ക് അവനെ അറിയത്തില്ല, പരിചയമില്ല, അവൻ ഫ്രോഡാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വിജിലൻസ് മേധാവി സ്ഥാനത്ത് മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാണ് പോസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്കാണ് പോസ്റ്റ് ചെയ്തത്. ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം. അതായത് ഇതിൽ എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനല്ലേ തോന്നുന്നത്. ഇവിടെ ED എന്നോട് ചോദിച്ച കാര്യങ്ങൾ എന്താണ്? മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് എന്നെയും എന്റെ സുഹൃത്തായ ഇബ്രാഹിമിനെയും വിളിപ്പിച്ചത്. പക്ഷെ അവിടെ ചോദിക്കുന്നത് മൊത്തവും മറ്റേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനത് പറയില്ല, ഞാനൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത ആളാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരേ ഒരാൾ MR അജിത്കുമാറാണ്. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഫോണിൽ സ്വപ്ന സുരേഷ് അന്ന് HRDSന്റെ ഓഫീസിൽ എന്ന് പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഫോൺ ഇപ്പോഴും ഫോറൻസിക്കിലാണെന്നാണ് അവർ പറയുന്നത്. ഡാൻ കുര്യനുമായി നേരത്തെ സംഭാഷണം നടത്തിയത് ഇടനിലക്കാരൻ, ഈ സ്വർണ്ണക്കടത്ത് കേസ് സ്വപ്നയുടെ സുഹൃത്ത് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന തരത്തിൽ മുന്നോട്ട് വന്നിരുന്ന ഷാജ് കിരണാണ് ചില കാര്യങ്ങൾ ABDGP MR അജിത്കുമാറിനെതിരെയും പറഞ്ഞു വെക്കുന്നത്. അജിത്കുമാർ നടപടി നേരിട്ട ആളാണ്, എങ്ങനെ ക്രമസമാധാന ചുമതലയുള്ള ആളായി വന്നു, ഈ സരിത്തിനെയൊക്കെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഷാജ് കിരൺ പറഞ്ഞു വെക്കുന്നത്. അത് ADGP, ഇപ്പോഴത്തെ ADGP അന്നത്തെ വിജിലൻസ് മേധാവിയായ MR അജിത്കുമാറാണ് എന്നുള്ളതാണ്. കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കോളിളക്കം സൃഷ്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വരുന്നു. അതിന് തുടക്കം ഇട്ടത് ഇപ്പോൾ ഏറ്റവും ഒരു രണ്ടാം ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസ് ചർച്ചയാക്കിയത് മറ്റാരുമല്ല, നമുക്കറിയാം ഭരണകക്ഷി MLA കൂടിയായ PV അൻവറാണ്. അതിൻ്റെ അലയൊലികൾ മാറും മുമ്പാണ് ഷാജ് കിരണിനെ പോലെയുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരുന്നത്. News 18 ആദ്യമായി നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കാം.